ഐക്യമുന്നണി ഒത്തുപിടിച്ചാൽ അസംബ്ലി മണ്ഡലങ്ങൾ സ്വന്തമാക്കാമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ഐക്യമുന്നണി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ഇടതുപക്ഷത്തിന്റെ ആധിപത്യമുള്ള കല്യാശ്ശേരിയും പയ്യന്നൂരും തൃക്കരിപ്പൂരും പോലുള്ള അസംബ്ലി മണ്ഡലങ്ങളിൽ UDF MLA-മാരെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ അഭിപ്രായപ്പെട്ടു. വടക്കൻ വാർത്തക്ക് അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ എനിക്ക് 40,438 വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം അവരിലൊരാളായി അവരുടെ കുടുംബത്തിലൊരു അംഗമായി ഞാൻ ജീവിച്ചു. പാർലമെൻറ്റ് അകത്തും പുറത്തും കാസർഗോഡ് ശക്തം മുഖരിതമാക്കാൻ പരമാവധി ഞാൻ പരിശ്രമിച്ചു. കാസർഗോഡ് ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ പങ്കാളിയായി എന്ന് മാത്രമല്ല, അവരുടെ ആഘോഷങ്ങളിലൊക്കെ ഞാൻ ഭാഗവാക്കായി മാറി. ചുരുക്കി പറഞ്ഞാൽ 35 വർഷത്തിന് ശേഷം ഒരു MPയുടെ സാന്നിധ്യം അവർ അനുഭവിച്ചറിഞ്ഞത് ആദ്യമായിട്ടാണ്. എന്നെ കാണാൻ ആരുടെയും കത്ത് വേണ്ട, ശുപാർശ വേണ്ട, ഇടനിലക്കാർ വേണ്ട. കാസർഗോഡ് വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും എന്നെ കാണാം, ഫോൺ വിളിക്കാം. അവരെ എന്ത് ആവശ്യപ്പെട്ടാലും രാഷ്ട്രീയത്തിന് അതീതമായി ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നെ കാണാൻ വന്ന ആരോടും ഞാൻ രാഷ്ട്രീയം ചോദിക്കാറില്ല, പറയാറില്ല. അതുകൊണ്ട് ജനങ്ങൾ ഒരു MP എന്താണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തവണ എനിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആധിപത്യമുള്ള കല്യാശ്ശേരി, അതുപോലെ തന്നെ പയ്യന്നൂർ, തൃക്കരിപ്പൂർ, ഇവിടെയൊക്കെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടി ലൈനിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ ആരംഭിച്ചു, വ്യതിചലിക്കാൻ ആരംഭിച്ചു. അതിൻ്റെ പ്രതിഫലനമാണ് 13,500 വോട്ടിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ അവർക്കുണ്ടായിരുന്ന സ്ഥലത്ത് 1050 ചുരുങ്ങിയത്. അതുപോലെ തന്നെ 26,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് അത് ഏതാണ്ട് 12,000 ചുരുങ്ങി. തൃക്കരിപ്പൂർ കഴിഞ്ഞ തവണ 2,000 വോട്ടിന് ലീഡാണ് അവർക്കുണ്ടായിരുന്നത്. ഇത്തവണ എനിക്ക് 10,000 വോട്ട് ഭൂരിപക്ഷം കിട്ടി. അതാണ് ഞാൻ പറഞ്ഞത്, ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നാൽ പ്രവർത്തിച്ചാൽ ഈ 3 അസംബ്ലി മണ്ഡലങ്ങളും UDFന് ബാലി കയറാൻ മലയല്ല. ഈ 3 MLA-മാരെ സൃഷ്ടിക്കാൻ സാധിക്കും. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് മടുത്തു കഴിഞ്ഞു. പ്രത്യയശാസ്ത്രപരമായ അപജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നു. അതിൽ മനം നൊന്താണ് പല കമ്മ്യൂണിസ്റ്റുകാരും എനിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത്. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും T. ബാബു, പഴയങ്ങാടി. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻ കോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. Bag Bazaar, Balaji Tower opposite Grand Tejas, New Bus Stand, Payyanur. 994674